ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ആശയവിനിമയം മുമ്പത്തേക്കാളും വേഗതയേറിയതും സൗകര്യപ്രദവുമായി മാറിക്കഴിയുന്നു. ഈ വിപ്ലവത്തിലെ പ്രധാന കളിക്കാരിൽ ഒരാളാണ് ഇമോജികൾ. 90% ഓൺലൈൻ ഉപഭോക്താക്കളും സ്വയം പ്രകടിപ്പിക്കാൻ ഇമോജികൾ ഉപയോഗിക്കുന്നതിനാൽ ഈ ചെറിയ ഐക്കണുകൾ നമ്മുടെ ഓൺലൈൻ ഭാഷയുടെ ഒരു പ്രധാന ഭാഗമായി മാറിയതിൽ അതിശയിക്കാനൊന്നുമില്ല. എന്നാൽ ജൂലൈ 17 ഈ പ്രിയപ്പെട്ട ചിഹ്നങ്ങളെ ആഘോഷിക്കുന്നതിനായാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ലോക ഇമോജി ദിനത്തോടനുബന്ധിച്ച് എല്ലാത്തരം ഇമോജികൾക്കും അനുയോജ്യമായ ഉറവിടമായ ഇമോജി പീഡിയയുടെ സ്ഥാപകനായ ജെമറി ബെർഗാണ് ഈ പ്രത്യേക അവസരം ആവിഷ്കരിച്ചത്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹ മാധ്യമത്തിൽ നിങ്ങൾ സജീവമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇമോജികൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. എന്തിന്? നിങ്ങളുടെ അവസാനത്തെ വാട്സപ്പ് സംഭാഷണം ഒന്നെടുത്തു നോക്കിയേ. തീർച്ചയായും ഒരു ഇമോജി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. മഞ്ഞ നിറത്തിൽ വൃത്താകൃതിയിൽ ഓരോ മുഖഭാവങ്ങളായി നാം സുഹൃത്തുക്കൾക്ക് പോസ്റ്റ് ചെയ്യാറുള്ള കുഞ്ഞൻ ചിത്രങ്ങളില്ലേ, അവർ തന്നെയാണ് ഇന്നത്തെ താരങ്ങൾ. ഇപ്പോൾ പക്ഷേ ഇമോജികൾക്ക് മഞ്ഞ നിറത്തിന്റെയും വൃത്താകൃതിയുടെയും ഒന്നും പരിധികളില്ല. വസ്തുക്കൾ, സ്ഥലങ്ങൾ, കാലാവസ്ഥകൾ, ജീവികൾ എന്നിങ്ങനെ ഈ ഇമോജികൾ ഇന്ന് സർവ്വവ്യാപികളാണ്. കോപം, സ്നേഹം, സന്തോഷം, ആനന്ദം, ചിരി, ഞെട്ടൽ, വെറുപ്പ് എന്നിങ്ങനെ സർവ്വവികാരങ്ങളെയും ഭംഗിയായി അവതരിപ്പിക്കുന്ന ഈ പഹ്യൻ എവിടുത്തുകാരനാണ്? ജപ്പാനിൽ നിന്നാണ് ഇമോജി വരുന്നത്. ചിത്രങ്ങൾ പോലെ എഴുതുന്ന ജാപ്പനീസ് ഭാഷയിൽ ഇ എന്നാൽ ചിത്രമെന്നും മോ എന്നാൽ എഴുത്തെന്നും ജി എന്നാൽ അക്ഷരമെന്നുമാണ് അർത്ഥം. 1999 ഈ ഇമോജിയുടെ ജനനം. ജാപ്പനീസ് ആർട്ടിസ്റ്റ് ഷിറ്റഗോ കുരീറ്റയാണ് ഇമോജിയുടെ പിതാവ്. NTT ഡോകോമോ എന്ന മൊബൈൽ ഫോൺ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു കുരീറ്റ. ഔദ്യോഗിക സംഭാഷണങ്ങൾ കുറഞ്ഞ അക്ഷരങ്ങൾ അയക്കാൻ വേണ്ടിയാണ് കുരീറ്റ ഈ രീതി കണ്ടുപിടിക്കുന്നത്. ഇന്നത്തെ പോലെ സൗന്ദര്യമുള്ള ഇമോജികളല്ല ആദ്യം ഉണ്ടായിരുന്നത്. 12x12 പിക്സലുകളിലുള്ള ഒരു ഗ്രിഡിലാണ് കുരീറ്റ ഇമോജികൾ വരച്ചിരുന്നത്. ജപ്പാനിലെ കാർട്ടൂൺ ആനിമേഷൻ രീതിയായ മാങ്കയാണ് അദ്ദേഹത്തിന് ആശയങ്ങളും വികാരങ്ങളും ചിത്രരൂപത്തിലാക്കാനുള്ള പ്രചോദനം നൽകുന്നത്. ലോകത്തെ ഇമോജികൾക്കുള്ള സർവ്വവിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന റെഫറൻസ് വെബ്സൈറ്റാണ് ഇമോജിപീഡിയ. യൂണിക്കോഡ് സ്റ്റാൻഡേർഡ് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇമോജിപീഡിയയിൽ ഓരോ ഇമോജികൾക്കുള്ള അർത്ഥവും വിശദാംശങ്ങളും ഉണ്ട്. 2013 ജെമറി ബെർഗാണ് ഇമോജിപീഡിയ സ്ഥാപിച്ചത്. അടുത്ത വർഷം മുതൽ ജൂലൈ 17 ഇമോജി ദിനമായി ആഘോഷിക്കാൻ ജെമറി ബെർഗ് തീരുമാനിച്ചു. റിപ്പോർട്ടുകൾ അനുസരിച്ച് ആപ്പിളിന്റെ iOS 17 എന്നതിന്റെ ഇമോജിയാണ് ഈ ദിവസം തന്നെ ലോക ഇമോജി ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണം. ഞാനിനി മറ്റൊരു കാര്യം പറയട്ടെ. നമ്മളുടെ ഈ ഇമോജിയെ കേരളത്തിൽ വളർത്തിയ ഒരാളുണ്ട്, കുമ്മനം രാജശേഖരൻ, അല്ലെങ്കിൽ ട്രോളന്മാരുടെ കുമ്മൻജി. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രോളുന്ന BJP നേതാവ് ആരെന്ന് ചോദിച്ചാൽ കുമ്മനം രാജശേഖരൻ എന്ന് മാത്രമായിരിക്കും ഉത്തരം. ഒരു കാലത്ത് K സുരേന്ദ്രനൊക്കെ ആയിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന ഇര. എന്നാൽ കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് ശേഷം കുമ്മനമാണ് താരം. കുമ്മനം രാജശേഖരൻ ഫേസ്ബുക്കിൽ ലൈവ് വന്നാലോ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാലോ പരിഹാസ സ്മൈലുകളുടെ ബഹളമാണ്. നോക്കുമ്പോൾ ഒരുപാട് ലൈക്കുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും, എന്നാൽ റിയാക്ഷൻസ് ഭൂരിഭാഗവും പരിഹാസം മാത്രം. ആ പരിഹാസ സ്മൈലിക്ക് ഇപ്പോൾ ട്രോളർമാർ പുതിയൊരു പേരും കൊടുത്തിട്ടുണ്ട്, കുമ്മോജി. അപ്പൊ പറഞ്ഞു വന്നത്, കുമ്മനമാണ് കേരളത്തിലെ ഈ ഇമോജി പഹയന്മാരെ അങ്ങ് വല്ലാണ്ട് വളർത്തിയതെന്നാണ്. എന്താണേലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടേക്ക്. ഇമോജികൾ ഒരു ഭാഷയായി മാറിക്കഴിഞ്ഞു. വികാരങ്ങൾ പങ്കുവെക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം ഹാപ്പി ഇമോജി ഡേ.